എനിക്കൊരു നിർദ്ദേശമുണ്ട്. അതായത് നമ്മുടെ ലോകത്തെ രക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിമിഷം നിശബ്ദത പാലിക്കുന്നു. അതൊരു പ്രശസ്തമായ ഒരാൾ ഇപ്പോൾ മരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നമ്മൾ ഒരു നിമിഷം നിശബ്ദത പാലിക്കുമെന്നും ആരെങ്കിലും പറയുമ്പോൾ നിരീക്ഷിക്കുന്ന അത്രമൊന്നും നിശബ്ദതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നെറ്റിച്ചൊടുകയും വളരെ ഗൗരവമുള്ള ചിന്തകൾ ചിന്തിക്കുകയും ചെയ്യുന്ന ആ നിശബ്ദമല്ല ഞാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥ നിശബ്ദത. അത് നമ്മൾ ചിന്തിക്കുന്നത് നിർത്തുകയും റിയാലിറ്റിയെ അനുഭവിക്കുകയും ചെയ്യുന്നു. കാരണം ഞാൻ എപ്പോഴും സംസാരിച്ചാൽ മറ്റാരെങ്കിലും പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. എല്ലായ്പ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അതിലൂടെ ഞാൻ പ്രത്യേകമായി അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുന്നതിനെ പറ്റിയാണ്. എല്ലായ്പ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ചിന്തകളല്ലാതെ എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും യഥാർത്ഥ ലോകവുമായി അല്ലെങ്കിൽ റിയാലിറ്റിയായി ബന്ധപ്പെടുന്നില്ല. എന്താണ് യഥാർത്ഥ ലോകം? ചില ആളുകൾക്ക് യഥാർത്ഥ ലോകം ഭൗതികമായ കാര്യങ്ങളാണെന്ന സിദ്ധാന്തമുണ്ട്. അത് ഒരുതരം വസ്തുക്കളാൽ നിർമ്മിച്ചതാണെന്ന് അവർ പറയുന്നു. അതല്ലെങ്കിൽ യഥാർത്ഥ ലോകം ആത്മീയമോ മാനസികമോ ആണെന്ന സിദ്ധാന്തം മറ്റുള്ളവർക്കുണ്ട്. എന്നാൽ ലോകത്തെക്കുറിച്ചുള്ള ആ രണ്ട് സിദ്ധാന്തങ്ങളും വെറും ആശയങ്ങളാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ വാക്കുകളുടെ നിർമ്മാണങ്ങളാണ്. യഥാർത്ഥ ലോകം അല്ലെങ്കിൽ റിയാലിറ്റി എന്നുള്ളത് ഒരാശയമല്ല, അത് വാക്കുകളല്ല. റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യത്തിലെത്തിയാൽ എല്ലാത്തരം മിഥ്യാധാരണകളും അല്ലെങ്കിൽ ഇല്യൂഷൻസ് അപ്രത്യക്ഷമാകുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും. യഥാർത്ഥ ലോകത്തിൽ നിന്ന് ഇല്യൂഷൻസായി നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയാം. പണം എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പണം അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ഉപയോഗപ്രദമായ ഒരു രീതിയാണ്. ഇഞ്ച് നീളവും ഗ്രാം ഭാരവും അളക്കുന്ന അതേ രീതിയിൽ സമ്പത്തിൻ്റെ അളവുകോലാണിത്. പണം കഴിക്കാൻ കഴിയില്ല. ഒരു മരുഭൂമി ദ്വീപിൽ നിങ്ങൾ അതിശയകമായ അളവിൽ ഡോളർ ബില്ലുകളും സ്റ്റോക്ക് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നിരിക്കട്ടെ, അവ നിങ്ങൾക്ക് ഉപയോഗശൂന്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ഭക്ഷണവും മൃഗങ്ങളും കൂട്ടാളികളുമായിരിക്കും. നമ്മൾ ചിലർ യഥാർത്ഥ സമ്പത്തിനേക്കാൾ പണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം മാനസികമായി വികൃതരാണ്. മറ്റൊന്ന്, നാം നമ്മളിൽ നിന്നല്ലാതെ നമ്മളെപ്പറ്റി ഉള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ഐഡിയ നമ്മൾ തന്നെ സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ആശയക്കുഴപ്പമാണ് ഈഗോ എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് വളരെ അസംസ്കൃതവും പരിമിതവുമായൊരു സങ്കല്പമാണ്. അത് യഥാർത്ഥമായതും അതുല്യമായ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ജീവജാലങ്ങളായ നമ്മളെ പരിമിതപ്പെടുത്തുന്ന ഒരു സങ്കല്പമാണ്. എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീയോട് ഞാൻ സംസാരിച്ചു. അവൾ പറഞ്ഞു അവൾക്ക് മരണത്തെ ഭയമാണെന്ന്. ഞങ്ങളൊരു നീണ്ട സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും എന്താണ് ഭയപ്പെടുന്നത്? അവൾ നല്ലോണം ആലോചിച്ച് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, മറ്റുള്ളവർ എന്തു പറയുമെന്നോ ഞാൻ ഭയപ്പെടുന്നു. നീ ആരാണെന്നുള്ളത് നീ നിന്നെ കണ്ടുവച്ചിരിക്കുന്നത് ആളുകൾ നിന്നോട് പറഞ്ഞതിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ നീ അങ്ങനെയല്ല. അതുപോലെ നമ്മെ അകറ്റുന്ന മറ്റൊരു കാര്യം സമയമാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും പറയുന്നത് എനിക്ക് സമയമില്ല എന്നാണ്. തീർച്ചയായും. കാരണം നിങ്ങൾ വർത്തമാനകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസന്റ് അറിയാതിരിക്കുന്നത് കൊണ്ടാണിത്. ഒരു മുടിയുടെ കണത്തിൽ നിങ്ങളുടെ വാച്ചുകളിലോടുന്ന സൂചി കാണിച്ചു തരുന്നതിനെ നിങ്ങൾ പ്രസന്റായി കരുതുന്നു. നമ്മൾ ഭയങ്കരമായ ഒരു കാര്യം കൂടി ചെയ്യുന്നു. അത് നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുടെ ഫലമാണ് നമ്മളെന്ന്
നമ്മെ സങ്കല്പിക്കുന്നു. പക്ഷേ ഈ കാര്യം സൂക്ഷ്മമായി എടുത്തു നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കുകയോ ചൂണ്ടിക്കാട്ടുകയോ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെ സമീപിച്ചു. താൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം എന്തുകൊണ്ട് ഭക്ഷിച്ചു എന്ന് ആദാമിനോട് ദൈവം ചോദിച്ചു. ആദാം പറഞ്ഞു, ആ സ്ത്രീ എന്നെ പ്രലോഭിപ്പിച്ചു, ഞാൻ ഭക്ഷിച്ചു. ദൈവം ഹവ്വയെ നോക്കി പറഞ്ഞു, നീ ഭക്ഷിക്കരുതെന്ന് നിന്നോട് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചു. സർപ്പം എന്നെ വഞ്ചിച്ചു എന്ന് ഹവ്വ പറഞ്ഞു. ദൈവം സർപ്പത്തിലേക്ക് നോക്കി, പക്ഷേ സർപ്പം ഒന്നും പറഞ്ഞില്ല. ഇവിടെ പാസ്റ്റ് പ്രസന്റ് കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും പല ഒഴിവുകളും പറയുന്നു, പലരെയും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കാര്യത്തിൻ്റെ സത്യം എല്ലാം ഇവിടെ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ തന്നെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായും വേഷം മാറിയ ദൈവങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? യേശു അത് കണ്ടെത്തി. അങ്ങനെ പറഞ്ഞതിന് അവർ അവനെ ക്രൂശിച്ചു. അതിനാൽ നിങ്ങൾ പറയും, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വളരെ വിചിത്രമായ കാര്യമാണ്. കാരണം നാം ഭാവിയെക്കുറിച്ച് വളരെ ഉറച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ചെയ്യുവാനോ ചെയ്യുന്നതിന് മുമ്പോ നമ്മൾ അതിന് ഭാവിയില്ലെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും അതുണ്ടോ? ഒരു പ്രസന്റ് ഉണ്ടായിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? പദ്ധതികൾ തയ്യാറാക്കുന്നത് ഉപയോഗശൂന്യമാണ്. കാരണം അവ പ്രാവർത്തികമാകുമ്പോൾ അവ ആസ്വദിക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകില്ല. നിങ്ങൾ മറ്റേതെങ്കിലും ചിന്തിക്കുകയോ ആയിരിക്കും. അതിനാൽ നമ്മളിപ്പോൾ ജീവിക്കുകയാണെന്നും ഭൂതകാലത്തെ നമ്മുടെ പിന്നിൽ എറിയുകയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല.